ബിഗ് ബില്യൺ ഡേയ്സ് മുതലേ എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമാണ്, അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡുവോപോഡ്സ് F70 അൺബോക്സ് ചെയ്യാവോ, അല്ലെങ്കിൽ ഇത് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ എന്നുള്ളത്. ലൈവ് വന്ന സമയത്തും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു F70നെ കുറിച്ചിട്ട്. സത്യം പറഞ്ഞാൽ F30 അതുപോലെ തന്നെ F60 ഈ രണ്ട് പ്രോഡക്റ്റുകൾ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായ പ്രോഡക്റ്റ് ആയിരുന്നു F30, അത് ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ F60 എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനുശേഷം ഇറങ്ങിയ F40 ആണെങ്കിലും F50 ആണെങ്കിലും ഇപ്പം ഈ ഒരു F70 ആണെങ്കിലും അപ്പം തന്നെ അങ്ങോട്ട് വാങ്ങിക്കേണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കൂടുതൽ പേര് തന്നെ സത്യം പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ F70. അതുകൊണ്ട് തന്നെയാണ് 1000 രൂപ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് വാങ്ങിച്ചത്. 1499 നോർമൽ റേറ്റ്. പക്ഷേ ഞാൻ നമ്മുടെ ബിഗ് ദിവാലി സെയിലിൽ 999 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. നിങ്ങൾ ഓൾറെഡി ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ ഇട്ടുണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൻ്റെ, അപ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും ഇതായിരുന്നു അന്ന് അനന്തു അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ട് നോക്കുവാണെങ്കിൽ 25,000 പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. 4.2 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. കൂടാതെ സൗണ്ട് ക്വാളിറ്റിയിൽ തന്നെ 4.4 റേറ്റിംഗ് ഉണ്ട്. ബേസ് 4.4 ഉണ്ട്. ഡിസൈൻ ആൻഡ് ബിൽഡ് 4.3 ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് 4.5 ഉണ്ട്. അതായത് നമ്മൾ ആക്ച്വലി റേറ്റിംഗ് നോക്കി വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു ഡുവോപോഡ്സ് F70യുടെ റേറ്റിംഗ് കാണുന്നത് കേട്ടോ. 999 രൂപ സ്വന്തം പൈസ കൊടുത്ത് മുടക്കി വാങ്ങിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു ആക്ച്വൽ റിവ്യൂ ആയിരിക്കും കേട്ടോ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മിവി ഡുവോപോഡ്സ് F70. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. നമ്മുടെ ഓപ്പൺ ബോക്സ് ഡെലിവറി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിൽഡ് ക്വാളിറ്റി പിടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. ഈ ഒരു ഡിസൈൻ അങ്ങനത്തെ രീതിയാണ്. അതുപോലെ തന്നെ സ്ക്രാച്ച് ആയാൽ പോലും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. മിവിയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്. അതിന് തൊട്ടതായിട്ട് 4 LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കേസിന്റെ ബാറ്ററി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 25, 50, 75, 100. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് C പോർട്ടും ഉണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 50 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അത് നമ്മൾ 70% കേട്ടാൽ പോലും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഒരു മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. 5V1 ആയിട്ടാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചാർജിങ് അഡാപ്റ്റർ എന്ന് പറയുന്നത്. 5 വോട്ട്സിന്റെ ലോ പവർ അഡാപ്റ്റർ ആണ്. എന്നാൽ ടൈപ്പ് C ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ 5V2 10 വാട്ട്സിന്റെ അഡാപ്റ്റർ യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ അടിച്ചു പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. പിന്നെ മിവിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും ഇവരുടെ വാറണ്ടി കാർഡ് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. പലരും പറയുന്നത് ഇവർ റെസ്പോണ്ട് ചെയ്യാറില്ല. റെസ്പോണ്ട് ചെയ്യാതെ തന്നെ സാധനം അങ്ങോട്ട് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും സാധനം അങ്ങോട്ട് കിട്ടാറില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ സ്വന്തം റിസ്കിൽ വേണം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കേട്ടോ. എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രേ, കോറൽ, ബീച്ച് എന്നിങ്ങനെ മറ്റ് 4 കളേഴ്സിലും, അതായത് ടോട്ടൽ 5 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത് കേട്ടോ. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ കേസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻസ്റ്റാ വൈക്കൻ പെയർ ടെക്നോളജി അല്ലെങ്കിൽ ഹൈപ്പർ സിങ്ക് ടെക്നോളജി അങ്ങനെയുള്ള സംഭവം ഒന്നും തന്നെ ഇതിനകത്തില്ല. അതായത് ഇയർബഡുകൾ നമ്മുടെ കേസിൽ നിന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്താ പറയുക, നമ്മൾ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്ട് ആവത്തുള്ളൂ. ഇയർബഡുകൾ ഊരി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ഊരി എടുക്കാൻ ഇത്തിരി അങ്ങോട്ട് പാടാണ്. എന്നാൽ രണ്ടാമത്തത് ഈസി ആയിട്ട് ഊരി വരും. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. കുറച്ച് ബൾക്കിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്നാൽ പോലും അത്യാവശ്യം ചെറിയ നമ്മുടെ മിവിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. പറയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ ആണ്. അതിന് തൊട്ട് താഴെയാണ് ടച്ച് സെൻസേഴ്സ് എന്നുള്ളത്. കൂടാതെ അടിയിലും അതുപോലെ തന്നെ ഇയർബഡുകളുടെ ആ ഒരു ഹെഡിന്റെ ഭാഗത്തായിട്ട് നമുക്ക് 2 മൈക്കും കാണാം. കോട്ട് മൈക്കാണ് കേട്ടോ. അതും ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. 12 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ 40 mAh വീതം ഓരോ ഇയർബഡുകളും ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എവിടെയും തന്നെ എത്ര മണിക്കൂർ ആ ഒരു സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ പോലും ഒരു 5 to 6 hours നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മളൊരു 70% പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ തന്നെ മൂവീസ് കേൾക്കുവാണെങ്കിലും കേട്ടോ. ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് 1 ടാപ്പിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. വലതുവശത്ത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതുവശത്ത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും. ടാപ്പ് ആൻഡ് ഹോൾഡ് ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും. ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഏതിലാണെങ്കിലും വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻസും വർക്ക് ആവുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സിലിംഗിലും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. യാതൊരുവിധ
ഡിസ്കംഫർട്ടും ഇല്ല. അതുപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇയർ പെയിനോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് അങ്ങോട്ട് അനുഭവിച്ചിട്ടില്ല. സോ നമുക്ക് ആ ഒരു വെയറിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് 10ൽ 10 കൊടുക്കാം. കൂടാതെ അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ക്രൗഡിലായിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ മൂവീസ് കാണുക, മ്യൂസിക് കേൾക്കുക, അതുപോലെ തന്നെ ഒരാൾക്ക് മിണ്ടുവാണെങ്കിലും നമുക്കങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ നമുക്കിപ്പോൾ ആ ഒരു വെയറിംഗ് കംഫർട്ട് മാത്രം പോരല്ലോ. കാരണം നമുക്ക് എന്തിനാണ് വെയറിംഗ് കംഫർട്ട് വേണ്ടത്? മ്യൂസിക്കൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം, അതല്ല മൂവീസൊക്കെ കാണുമ്പോഴത്തേക്ക് അതൊന്ന് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ AAC-ലൊക്കെ ഇട്ടിട്ട് നമ്മൾ 100% പാടിട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട് പാട്ടുകൾ കേൾക്കാൻ പറ്റും കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. അത്യാവശ്യം നല്ല എൻഹാൻസ്ഡും ആണ് 100% കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്തോണം, 100% നമ്മൾ കേട്ടാൽ ഇപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് KGF 2-ലെ പാട്ടൊക്കെ കേട്ടിട്ട് പോലും ഒരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ലായിരുന്നു. സോ 100% നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു 50%-ലൊക്കെ പാട്ട് കേൾക്കുന്നത്, അതായത് മിഡിൽ കേൾക്കുന്നെങ്കിൽ ഭയങ്കര രീതിക്ക് എൻഹാൻസ്ഡ് അല്ല, ഭയങ്കര ലോ ആണ്. ഭയങ്കര അങ്ങോട്ട് ലോ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും നല്ല രീതിക്ക് ലോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മൾ 50% പാട്ട് കേൾക്കാൻ പോകുന്നില്ല. ഇവർ ഈ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന 70 അല്ലെങ്കിൽ 80% ഉറപ്പായിട്ട് നമ്മളിടും. ഞാൻ ആക്ച്വലി കുറേ പാട്ടുകൾ കേട്ട് നോക്കിയത് 90%-ലാണ്. കാരണം എനിക്കെന്തോ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ എനിക്കൊരു പാട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റി, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു 90%-ലാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ഡ്രോബാക്ക് തന്നെയാണ്. പിന്നെ ഈ ഒരു മ്യൂസിക് ഔട്ട്പുട്ട്, നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്ലിപ്കാർട്ടിൽ 4.4 ആണ്. അതുപോലെ തന്നെ ബേസ് എന്ന് പറഞ്ഞതും 4.4. സത്യം പറഞ്ഞാൽ ആ രണ്ട് സാധനവും 4.4 കൊടുക്കാനായിട്ട് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു കമൻറ്റിൽ എഴുതിയിരിക്കുന്നത്, ദീസ് മിവി ഡ്യുഓപോഡ്സ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെഡ്സെറ്റ് ഐ ഹാവ് എവർ യൂസ്ഡ്. സത്യം പറഞ്ഞാൽ ഇവൻ വേറൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പുള്ളിക്കാരന് ഇതങ്ങോട്ട് എന്താ പറയുക, ഇത് സൂപ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിവിയുടെ തന്നെ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് നല്ലത് തന്നെയാണ്. അതർവൈസ് എന്താ പറയുക, ഈ ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂവിൽ എഴുതിയേക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് 999 രൂപയ്ക്ക് തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് ചിന്തിച്ചിട്ട് വേണ്ടി മാത്രം വാങ്ങിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ 999 രൂപ പോലും ഞാൻ പറയും ഇതില്ല എന്നുള്ളത്. ബിൽ ക്വാളിറ്റി ഓക്കെ ഉണ്ട്. പിന്നെ മിവിയുടെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാനേ ഞാൻ പറയത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും മറ്റുള്ള ആവശ്യം പോലെ പ്രോഡക്റ്റുണ്ട്, അതിലേക്ക് അങ്ങോട്ട് പോവുക. സോ മ്യൂസിക് ക്വാളിറ്റി ഞാൻ പറയുന്നത് ആവറേജ് ആണ്, മോണോ ഔട്ട്പുട്ട് ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കൂടാതെ എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല. ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് വെച്ചാൽ ബേസ് കുറച്ച് ഡോമിനേറ്റ് ആണ്, ഭയങ്കര ഡോമിനേറ്റഡ് അല്ല. അതുപോലെ തന്നെ ഇക്വലൈസർ ഒക്കെ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൊക്കെ പോയിട്ട് ഇക്വലൈസർ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷേ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എന്താ പറയുക, വേറൊരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഭയങ്കര നല്ലൊരു ഫീൽ അല്ല, ചെറിയൊരു എക്കോ ഫീലാണ് എനിക്ക് അവിടെ കിട്ടിയത് കേട്ടോ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം, കൂടാതെ മൂവീസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. ഇപ്പോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് മിവി ഡുഓപോഡ്സ് F70 നമ്മൾ ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ക്വാഡ് മൈക്ക് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്കും ഇതുണ്ട്. നിങ്ങളൊരു കോളിംഗ് പെർപ്പസിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആവോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ എന്ന് നോക്കണമല്ലോ. എന്തായാലും ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ ഈ ഒരു ട്രിഗറിൽ കൈ വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡിലേ ഉണ്ട് ഗെയിം കളിക്കാൻ. കണ്ടോ, എൻ്റെ കൈ എടുത്തിട്ടും കുറച്ച് ഒരു 2 സെക്കൻഡോളം ആക്ച്വലി ആ ഒരു ഡിലേ അങ്ങനെ നിൽപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റൻസി നല്ല രീതിക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു സിംഗിൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ കൈ പോയിട്ട് കണ്ടോ, പൊടിക്കല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിലേ ഉണ്ട്. എന്തായാലും ഇതാണ് നമ്മുടെ PUBG കളിക്കുമ്പോഴത്തേക്കുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു പ്രോഡക്റ്റ് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആവും, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ചില സമയങ്ങളിൽ ചെറിയൊരു പൊടിക്ക് ഡിലേ ഉണ്ട് കേട്ടോ. അവിടെ പക്ഷേ ചെറിയ പൊടിക്കേ ഉള്ളൂ, എന്നാൽ പോലും ഡിലേ ഉണ്ട്. പിന്നെ നമുക്ക് പൊതുവേ എന്താ പറയുക, ഇപ്പോൾ വ്ളോഗിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ലിപ്സിങ് നമ്മൾ ശ്രദ്ധിക്കാറില്ല പൊതുവേ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് അങ്ങ് കണ്ടു പോകാന്നേ ഉള്ളൂ. അതർവൈസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെയും ചെറിയ പൊടിക്ക് ഡിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് കേൾക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊള്ളാം. അതർവൈസ് പിന്നെ നിങ്ങൾ ആ ഒരു കോഡ് മൈക്കിൻ്റെ മൈക്ക് ക്വാളിറ്റി ആയിട്ടല്ലോ, ആ ഒരു കോളിംഗ് പർപ്പസും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അതർവൈസ് 1499 രൂപയ്ക്ക് ഇത് എന്താ പറയുക, നമുക്ക് ഫ്ലോപ്പ് ആണെന്നുള്ള വേറൊരു സംശയമില്ല. 999 രൂപയ്ക്ക് തന്നെ നിങ്ങളിത് വാങ്ങിക്കണമോ വേണ്ടയോ എന്ന്
ചിന്തിച്ചിട്ട് വേണ്ടി മാത്രം വാങ്ങിക്കുക. ഒരു 799 അല്ലെങ്കിൽ 699 കിട്ടുന്നെങ്കിൽ മാത്രം ഈ ഒരു സാധനം വാങ്ങിക്കുക. അതും നിങ്ങൾക്ക് മ്യൂസിക് മാത്രം കേൾക്കാം, കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് തന്നെ വേണം, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വേണം. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോകാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരിക്കലും പറയത്തില്ല നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഈ ഒരു മിവി ഡുവോപോഡ്സ് F70 കുറിച്ചിട്ട് പറയാനുള്ളത്. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മിവി ഡുവോപോഡ്സ് F70 കുറിച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മിവി ഡുവോപോഡ്സ് F70 ഇതുപോലെ ആയിരിക്കില്ല എങ്കിൽ നല്ലത്. എന്തായാലും എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. റീപ്ലേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വെറുതെ അങ്ങോട്ട് റീപ്ലേസുകൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാണ്ടിരുന്നത്. മ്യൂസിക് ക്വാളിറ്റി കൊള്ളൂല എന്ന് പറഞ്ഞാൽ അവർ പറയും റീസെറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൊബൈലിൽ മാറ്റി വയ്ക്കും, മൊബൈൽ റീസെറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ അവോയ്ഡ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാണ്ട് മാക്സിമം റിജക്ട് ചെയ്യാൻ, അതായത് റീപ്ലേസ് റിക്വസ്റ്റ് റിജക്ട് ചെയ്യാൻ അവർ ഇപ്പോൾ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റീപ്ലേസ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് എന്താ പറയുക, നമ്മുടെ സ്വന്തം റിസ്കിൽ സാധനം അങ്ങോട്ട് വാങ്ങിക്കാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല മിവി ഡുവോപോഡ്സ് F70 1499 ആയിക്കോട്ടെ, അതല്ല 999 നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡ്, അത്യാവശ്യം ഒരു ആവറേജ് മ്യൂസിക് ക്വാളിറ്റി, പിന്നെ മൈക്ക് ക്വാളിറ്റി അത് കേട്ട് അതൊക്കെ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോവാം. അതിലും വേറൊരു സംശയമില്ല. എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ കേട്ടോ എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.